ലോകം മുഴുവൻ ഇന്ന് യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ മൂടി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വാർത്തകൾ മാത്രമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്. പുറത്ത് ഭരണകൂടങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഇറാനിലെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന മറ്റൊരു വലിയ അത്ഭുതം നിശബ്ദമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. എന്നാൽ അവിടെ മിഷണറിമാരോ സുവിശേഷകരോ ഇല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ നിയമങ്ങൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ സ്വർഗം എങ്ങനെയാണ് അവരിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പുറത്ത് ഭയപ്പെടുത്തുന്ന യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ഇറാനിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയൊരു സമാധാനം കടന്നു വരികയാണ്. ഡേവിഡ് ഗാരിസൺ എന്ന വ്യക്തി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഈ അവിശ്വസനീയ വിവരങ്ങൾ പുറത്തു വരുന്നത്. വർഷങ്ങളോളം കടുത്ത നിയന്ത്രണങ്ങളിൽ ജീവിച്ച ആ ജനതയോട് ആരാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിച്ചു. വിദേശ മിഷണറിമാരായിരിക്കുമെന്ന് കരുതിയ അദ്ദേഹത്തിന് ലഭിച്ച മറുപടി ഒന്നായിരുന്നു: ഞങ്ങൾ യേശുവിനെ സ്വപ്നത്തിൽ കണ്ടു. അതെ, അതിർത്തികളിൽ പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ ആർക്കും തടയാനാകാത്ത വിധത്തിൽ ക്രിസ്തു അവരുടെ വീടകങ്ങളിൽ സ്വയം എത്തിപ്പെടുകയാണ്. ഇതിൽ ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്ന ഒരു സാക്ഷ്യം ഇറാനിലെ ഒരു ഇന്റലിജൻസ് ഓഫീസറുടേതാണ്. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവരെ കണ്ടെത്തി ജയിലിൽ അടയ്ക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി. തന്റെ ജോലിയിൽ 100% വിശ്വസ്തത പുലർത്തിയിരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് സ്വർഗം നേരിട്ടിറങ്ങി വന്നത്. ഒരു രാത്രിയിൽ പ്രകാശപൂരിതമായ ഒരു രൂപം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കടന്നു വന്നു. ആ വെളിച്ചത്തിൽ നിന്ന് ഒരു ശബ്ദം അദ്ദേഹം കേട്ടു: നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അപ്പസ്തോലനായ പൗലോസിനോട് ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് യേശു ചോദിച്ച അതേ ചോദ്യം. താൻ ഇതുവരെ ചെയ്ത ക്രൂരതകൾ ഓർത്ത് ആ ഉദ്യോഗസ്ഥൻ ഭയന്നു വിറച്ചു. ആ ഒരൊറ്റ ദർശനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. യേശുവിനെ വേട്ടയാടാൻ ഇറങ്ങിയവൻ പിന്നീട് ക്രിസ്തുവിന്റെ വലിയ അനുയായിയായി മാറി. യുദ്ധങ്ങളും സാമ്പത്തിക തകർച്ചകളും മൂലം ജീവിത നൈരാശ്യം ബാധിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരു വീട്ടമ്മയുടെ സാക്ഷ്യമാണ് മറ്റൊന്ന്. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ആ നിമിഷത്തിൽ ദൈവമുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണം എന്നവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവരുടെ മുറിയിൽ വലിയൊരു പ്രകാശം നിറയുകയും വെള്ള വസ്ത്രം ധരിച്ച യേശു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ലോകം മുഴുവൻ യുദ്ധത്തിന്റെയും വെറുപ്പിന്റെയും ഭാഷ സംസാരിക്കുമ്പോൾ ആ വലിയ വെളിച്ചം അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. തന്നെ ഭയപ്പെടുത്താത്ത, തന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ അവർ അവിടെ വെച്ച് സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. ആരും സുവിശേഷം പറയാതെ തന്നെ യേശു നേരിട്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ബോംബുകൾക്കും നിയമങ്ങൾക്കും അവരുടെ വിശ്വാസത്തെ തടയാൻ കഴിഞ്ഞില്ല. ഇന്ന് 10 ലക്ഷത്തിലധികം ക്രൈസ്തവരാണ് ഇറാനിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ക്രിസ്തുമതം വളരുന്ന രാജ്യമായി ഇന്ന് ഇറാൻ മാറിയിരിക്കുന്നു. മനുഷ്യർ നിയമങ്ങൾ കൊണ്ടും അതിർത്തികൾ കൊണ്ടും വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ ദൈവം എത്ര അത്ഭുതകരമായി കടന്നുവരും എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണിത്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്തായാലും അവിടെ സ്വർഗത്തിന് ഇടപെടാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ഈ അത്ഭുത വാർത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ആത്മീയ വാർത്തകൾക്കും സാക്ഷ്യങ്ങൾക്കുമായി ക്രിസ്ത്യൻ പൾസ് എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.